2002 വേൾഡ് കപ്പ് കണ്ടിട്ട് മാത്രം പറയാനുള്ള സംസാരിക്കുന്നത് മനസ്സിലായി. ഇന്റർ മിയാമിയിലേക്ക് ലയണൽ മെസ്സി ജോയിൻ ചെയ്തപ്പോൾ 36 വയസ്സുള്ള 36ാമത്തെ ക്രിസ്ത്യാനോ റൊണാൾഡോ നമുക്കറിയാം. യുവന്റസിൽ മെസ്സി ഇന്റർ മിയാമിയിൽ ജോയിൻ ചെയ്തത് ഫുട്ബോളിൽ നേടാനുള്ളതെല്ലാം നേടിക്കഴിഞ്ഞതിന് ശേഷമാണ് മെസ്സി ഇന്റർ മിയാമിയിൽ ജോയിൻ ചെയ്യുന്നത്. ഇന്റർനാഷണൽ ടീമിന് വേണ്ടിയിട്ട് വേൾഡ് കപ്പ് നേടിക്കൊടുത്തു. അതിൽ ഗോൾഡൻ ബോൾ, റൗണ്ട് ഓഫ് 16 തുടങ്ങിയിട്ട് ഫൈനൽ വരെ 5ഓളം മാൻ ഓഫ് ദി മാച്ചുകൾ, ഗോൾഡൻ ബോൾ, അത് ഒരു വേൾഡ് കപ്പ് നേടിക്കൊടുത്തു അർജന്റീന ടീമിന് വേണ്ടിയിട്ട്. അതിൽ കൂടുതൽ എന്താ വേണ്ടത്? അതിൽ സിൽവർ ബൂട്ട്. ഇതൊക്കെ സംസാരിക്കുമ്പോൾ ആ ഒരു ഏജിൽ പോർച്ചുഗലിന് എന്ത് നേടിക്കൊടുത്തു, ഇന്റർനാഷണൽ ടീമിന് എന്ത് നേടിക്കൊടുത്തു എന്നുള്ളത് നീ പറയുന്നില്ലല്ലോ. അതെന്താ? അത്യാവശ്യ ഘട്ടങ്ങളിൽ രാജ്യത്തിന് വേണ്ടി എന്ത് നേടിക്കൊടുത്തു എന്ന ഡയലോഗ് അടിച്ചു വരാറുണ്ടല്ലോ. ഏതെങ്കിലും ഒരു ടൂർണമെന്റിൽ പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് ബെസ്റ്റ് ആയിട്ട് റൊണാൾഡോ വന്നിട്ടുണ്ടോ? 2022 വേൾഡ് കപ്പിൽ അർജന്റീനക്കെതിരെ കളിച്ച ഫ്രാൻസ് ടീമിന്റെ കോച്ച്, ക്യാപ്റ്റൻ, ഇവർ രണ്ടുപേരും ഈ 2022 അർജന്റീന നേടിയ വേൾഡ് കപ്പിനെ കുറിച്ച് ഒരു കാര്യം പറഞ്ഞിട്ട്, അർജന്റീനക്ക് ലഭിച്ച ഒരേ ഒരു വിവാദ പെനാൽറ്റി പോളണ്ടിനെതിരെയായിരുന്നു. ആ ഒരു പെനാൽറ്റി മിസ്സാക്കി. അതും ഈ കഴിഞ്ഞിട്ടുള്ള വേൾഡ് കപ്പ് ഫൈനലിൽ ഏറ്റവും കൂടുതൽ ഫൈനലിൽ പെനാൽറ്റി അടിച്ചിട്ടുള്ളത് ഈ പറഞ്ഞ ഫ്രാൻസ് ആണ്. ടൂർണമെന്റിൽ അവർ 15ഓളം ഗോളുകൾ നേടി. അതിൽ പെനാൽറ്റികളിൽ നിന്നും ഒരു 4-5 എണ്ണം മാത്രം. ഇത് ഞാൻ പറഞ്ഞതല്ല, ഈ പറഞ്ഞ ഫ്രാൻസിന്റെ കോച്ചിട്ടുള്ളത്. എംബാപ്പെ പറഞ്ഞിട്ടുള്ളത് 2022 വേൾഡ് കപ്പിൽ ഫൈനൽ എങ്ങനെയായിരുന്നു, ഫൈനലിൽ അർജന്റീന എങ്ങനെ മികച്ചതായിരുന്നു, അവർ ഈ പറഞ്ഞ വേൾഡ് കപ്പ് ഫൈനലിൽ വിജയിക്കാൻ അർഹത ഉള്ളവരായിരുന്നു എന്നൊക്കെ എല്ലാ രീതിയിലും ഒരു ഇന്റർവ്യൂവിൽ എംബാപ്പെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കതല്ല, ഈ ഫൈനലിൽ അർജന്റീനയോട് തോറ്റ ഈ ഫ്രാൻസിന്റെ കോച്ചിന്, ഈ പറഞ്ഞ ക്യാപ്റ്റന്, ഈ പ്ലേയേഴ്സിനൊന്നും ഇല്ലാത്ത കരുച്ചിൽ മൊറോക്കോയോട് തോറ്റ് പുറത്തു പോയ ഒരു നോക്കൗട്ട് ഗോള് പോലും അടിക്കാത്ത ഈ റൊണാൾഡോ ഫാൻസിനാണ്.